വെൽക്കം ടു ഏണസ്റ്റ് അക്കാഡമി. ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റത്തിന്റെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കൊരു ടോപ്പിക്ക് പെൻഡിങ് ഉണ്ടായിരുന്നു. അത് ആദ്യം നോക്കിയിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിലേക്ക് പോവാം. പറയുന്നത് PLSQL ബ്ലോക്കിന്റെ അകത്ത് നമ്മൾ ട്രിഗേഴ്സ് എന്താണെന്നുള്ള കാര്യം പഠിച്ചു, കഴ്സേഴ്സ് എന്താണെന്നുള്ള കാര്യം പഠിച്ചു. അതിന്റെ അകത്ത് സ്റ്റോർഡ് പ്രൊസീജിയേഴ്സ് എന്ന് പറഞ്ഞൊരു ടോപ്പിക് കൂടെ ഉണ്ട്. അതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പം PLSQL എന്ന് പറയുന്നത് പ്രൊസീജിയറൽ ലാംഗ്വേജ് സ്ട്രക്ചർഡ് ക്വറി ലാംഗ്വേജിനെയാണ്. ഇതിന്റെ രണ്ടിന്റെയും കൂടെ ഒരു കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു സ്ട്രക്ചറിനെയാണ് നമ്മൾ വിളിക്കുന്നത് PLSQL എന്ന് വിളിക്കുന്നത്. PLSQL is a block structured language that enables developer to combine the power of SQL with the procedural statement. Procedural statements എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് if conditional statements, control statements ഇതെല്ലാം നമുക്ക് പ്രൊസീജിയറൽ ലാംഗ്വേജിനകത്ത് എഴുതാം. നമുക്ക് ഒരു ഫോർ ലൂപ്പ് നമുക്ക് ഏതിനകത്ത് എഴുതാൻ പറ്റില്ല, SQL-നകത്ത് എഴുതാൻ പറ്റില്ല. ഇഫ് എൽസ് കണ്ടീഷൻ നമുക്ക് എഴുതാൻ പറ്റില്ല. കേസ് വെച്ച് നമുക്ക് ചെയ്യാം, എന്നാൽ കൂടി പണ്ടത്തെ കാര്യമാണ് ഞാൻ പറയുന്നത്. ആദ്യം ഒറാക്കിൾ 11Gയിലാണ് കേസിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് സിന്റാക്സ് വരുന്നത്. അതിന് മുമ്പ് ഇങ്ങനത്തെ കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ്സ് ഒന്നും നമുക്ക് എഴുതാൻ പറ്റത്തില്ലായിരുന്നു. അപ്പോ ആ സമയത്ത് നമ്മൾ ഡെവലപ്പ് ചെയ്ത ഒരു ലാംഗ്വേജ് ആണ് ഈ ഒരു PLSQL എന്ന് പറയുന്ന ഒരു ബ്ലോക്ക് സ്ട്രക്ചർഡ് ലാംഗ്വേജ് which combine the power of SQL with the procedural language. All statements of a block are passed to the അപ്പൊ നമുക്ക് നമ്മുടെ ഒരു SQL സ്റ്റേറ്റ്മെന്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ ആ SQL സ്റ്റേറ്റ്മെന്റ് നമ്മൾ എന്ത് ചെയ്യും, ഒറാക്കിൾ എൻജിനിൽ കടത്തിവിടും. എന്നിട്ട് അതിന്റെ റിസൾട്ട് നമ്മളുടെ കയ്യിൽ തരും. ഇപ്പൊ നമുക്ക് ഇപ്പൊ എനിക്ക് വേണ്ടതെന്ന് പറയുന്നത് എന്ത് ചെയ്യാം, സാലറി, ഒരു എംപ്ലോയിയുടെ സെറ്റ് ഓഫ് എംപ്ലോയീസിന്റെ സാലറി അപ്ഡേറ്റ് ചെയ്യുക, എന്നിട്ട് അപ്ഡേറ്റഡ് സാലറി ഡിസ്പ്ലേ ചെയ്യുക. അപ്പൊ ഇതിനകത്ത് രണ്ട് കുറി വേണം. ഒന്ന് നമ്മൾ എന്ത് ചെയ്യണം, അപ്ഡേറ്റ് ചെയ്യണം, ഒരു കുറി വേണം. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, പുതിയ സാലറി എന്താണെന്നുള്ള കാര്യം റിട്രീവ് ചെയ്യണം. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളും നമ്മൾ എന്താണ് രണ്ട് കുറി ആയിട്ടാണ് ഒറാക്കിൾ എൻജിന് കൊടുക്കുന്നത്. അപ്പൊ ഫസ്റ്റ് അപ്ഡേറ്റ് കുറി പോവും, അതിനുശേഷം കമ്മിറ്റ് പോവും, അതിനുശേഷം വീണ്ടും സെലക്ട് ചെയ്യും. അങ്ങനെ 3 സ്റ്റേറ്റ്മെന്റ് നമ്മൾ എന്ത് ചെയ്യും, ഒറാക്കിൾ എൻജിനിലേക്ക് അയച്ചു കൊടുക്കും. പക്ഷെ ഈ ഒരു 3 ക്വറി കൂടെ നമ്മൾ ഒരൊറ്റ PLSQL ബ്ലോക്കിനകത്ത് എഴുതി കഴിഞ്ഞാൽ ഇതെല്ലാം കൂടെ ഒറ്റ ഒരു പ്രാവശ്യം മാത്രമേ ഒറാക്കിൾ എൻജിന്റെ അടുത്ത് പോകത്തുള്ളൂ. ഓക്കെ, അപ്പൊ all the statements of a block are passed to Oracle Engine all at once, which increases the processing speed and decreases the traffic. അതായത് നേരത്തെ 3 എണ്ണം പോയ സ്ഥലത്ത് ഇപ്പൊ എത്രയേ പോകുന്നുള്ളൂ, ഒരൊറ്റ റിക്വസ്റ്റ് മാത്രമേ പോകുന്നു. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ട്രാഫിക്കും കുറയ്ക്കാൻ പറ്റും. ഓക്കെ, എന്താണ് ഡിസഡ്വാൻറ്റേജ്? നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിരിക്കുന്ന ഡിസഡ്വാൻറ്റേജ് എന്തൊക്കെയാണെന്നുള്ള കാര്യം. അതായത് നമുക്ക് കണ്ടീഷണൽ ചെക്കിങ്ങും ലൂപ്പിങ്ങും ബ്രാഞ്ചിങ്ങും ഒന്നും നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ പറ്റില്ല, SQL-നകത്ത് ചെയ്യാൻ പറ്റില്ല. SQL statements are passed to Oracle Engine one at a time, which increases traffic and decreases speed. അത് ഞാൻ എന്താണെന്നുള്ള കാര്യം നമ്മൾ എക്സാമ്പിൾ വെച്ച് ഞാൻ പറഞ്ഞു. SQL has no facility of error checking during manipulation. അവിടെ എക്സെപ്ഷൻ എന്നോ നമുക്ക് ഒരു എറർ വന്നു കഴിഞ്ഞാൽ എക്സെപ്ഷൻ വയ്ക്കാനോ അങ്ങനത്തെ ഒരു പ്രൊവിഷനും ഇല്ല. ഈ ട്രിഗർ എന്നൊക്കെ പറയുന്നത് തന്നെ PLSQL-ന്റെ പാർട്ടാണ്. ഓക്കെ, അപ്പൊ പക്ഷേ വേറൊരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് കൺസ്ട്രെയിൻ, ഒരു പ്രൈമറി കീ കൺസ്ട്രെയിൻ തെറ്റിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എറർ വരും. അല്ലാതെ ഇപ്പോ നമ്മൾ പറയാണ് ഏതെങ്കിലും ഒരു കണ്ടീഷൻ വെച്ചിട്ട് ഇന്നതിൽ കൂടുതലാണ്, ഈ 3 കണ്ടീഷനിലെക്കാട്ടി കൂടുതലാണ്, ചെക്ക് കൺസ്ട്രെയിൻസ് നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ നമുക്ക് എന്ത് ചെയ്യണം, മൾട്ടിപ്പിൾ ടേബിൾസിനെയൊക്കെ കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു എറർ ചെക്കിങ്ങോ വല്ലതും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് ഏതിനകത്ത് ചെയ്യാൻ പറ്റത്തില്ല, SQL-നകത്ത് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, ദെൻ PLSQL-ന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? PLSQL എന്ന് പറയുന്നത് എന്താണ്, പ്രൊസീജിയറൽ ലാംഗ്വേജ് ആണ്. ഇതിനകത്ത് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ്സും അതേപോലെ ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെന്റ്സും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി പറ്റും. PLSQL can execute more than a number of queries in one block using single command. അതായത് നമ്മളിപ്പോ ഒരു ബ്ലോക്ക് ഓഫ് കോഡ് നമ്മൾ എഴുതിയെന്ന് വിചാരിക്കുക, അതിനെ ഫംഗ്ഷൻ എന്നോ അല്ലെങ്കിൽ പ്രൊസീജിയർ എന്നോ വിളിച്ചെന്ന് വിചാരിക്കുക. ഇതെന്ന് പറയുന്നത് ഇതിനകത്ത് 3 സ്റ്റേറ്റ്മെന്റ് ഉണ്ടെന്ന് വിചാരിക്കുക. 3 സ്റ്റേറ്റ്മെന്റ് ഞാനാണെങ്കിൽ ഇതിന്റെ പേരെന്ന് പറയുന്നത് ABC ആണെന്ന് വിചാരിക്കുക. അപ്പൊ ഞാൻ എക്സിക്യൂട്ട് ABC എന്ന് പറയുന്ന ഒരൊറ്റ കമാൻഡിൽ എനിക്ക് എന്ത് ചെയ്യും, ഞാൻ ഈ ഒരു 3 ക്വറി എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. PLSQL can execute a number of queries in one block using single command. ഒരു സിംഗിൾ കമാൻഡ് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും,
ഒന്നിൽ കൂടുതൽ ക്വറീസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഇതിനകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് പ്രൊവിഷൻ നമ്മൾ കൊടുക്കുന്നുണ്ട്. എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് പ്രൊവിഷൻ ഇതിനകത്ത് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അത് കാരണം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ പറ്റും, PLSQL-നകത്ത് ചെയ്യാൻ പറ്റും. ഇത്രയും കാര്യങ്ങളാണ് PLSQL-ന്റെ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ അഡ്വാൻറ്റേജസ് ഓവർ SQL. ഓക്കെ, ഇനി അടുത്തതെന്ന് പറയുന്നത് എന്താണ്, നമുക്ക് വൺ ക്യാൻ ക്രിയേറ്റ് എ PLSQL യൂണിറ്റ് സച്ച് ആസ് പ്രൊസീജിയേഴ്സ്, ഫങ്ഷൻസ്, പാക്കേജസ്, ട്രിഗേഴ്സ് ആൻഡ് ടൈപ്സ് വിച്ച് ആർ സ്റ്റോർഡ് ഇൻ ഡേറ്റാബേസ് ഫോർ റീയൂസ് ബൈ ആപ്ലിക്കേഷൻ. അതായത് നമുക്കൊരു പ്രൊസീജിയറോ അല്ലാന്നുണ്ടെങ്കിൽ ഫങ്ഷൻസോ നമുക്ക് എഴുതി വെച്ച് കഴിഞ്ഞാൽ അതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡേറ്റാബേസിനകത്ത് സ്റ്റോർ ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ള സമയത്തെല്ലാം ആ ഒരു കാര്യത്തിന് നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് എക്സിക്യൂട്ട് ആ ഫംഗ്ഷന്റെ പേര്, പാരാമീറ്റേഴ്സ് പാസ് ചെയ്യുന്ന മാത്രം ഡിഫറെന്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് അതിനെ എന്ത് ചെയ്യാൻ പറ്റും, റീയൂസ് ചെയ്യാനും നമുക്ക് പറ്റും. ഇതിനകത്ത് ഓൾറെഡി ഞാൻ പറഞ്ഞ കാര്യമാണ്, നമുക്ക് എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് നമുക്ക് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, PLSQL-നകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇനി PLSQL പ്രോഗ്രാംസ് ആർ പോർട്ടബിൾ. പോർട്ടബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എന്താണ്, നമ്മളിപ്പോ ഒരു വിൻഡോസിന് വേണ്ടി ഞാനൊരു PLSQL പ്രൊസീജിയേഴ്സ് എഴുതിയെന്ന് വിചാരിക്കുക. അതേ പ്രൊസീജിയർ നമുക്ക് ഏതിനകത്തും റൺ ചെയ്യാൻ പറ്റും, ലിനക്സിനകത്തും അതേണമെങ്കിൽ ആപ്പിളിനകത്തും ഏത് ഒരു കമ്പ്യൂട്ടറിനകത്തും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അതേ കാര്യങ്ങൾ തന്നെ യൂസ് ചെയ്ത് നമുക്ക് വർക്ക് ചെയ്യിക്കാൻ പറ്റും. അതെന്ന് പറയുന്നത് കൊണ്ടാണ് അതിനെ പോർട്ടബിൾ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് PLSQL-ന്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഫീച്ചേഴ്സിനകത്ത് നമ്മൾ എന്ത് പറഞ്ഞു, ഇതെന്ന് പറയുന്ന പ്രൊസീജിയറൽ ലാംഗ്വേജ് ആയത് കാരണം നമുക്ക് എന്താണ് കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സും ലൂപ്പിങ്ങും ബ്രാഞ്ചിങ്ങും എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും. ദെൻ ഇതിനകത്ത് എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് ടെക്നിക്സ് ഉണ്ട്, അതുകൊണ്ട് എറർ ചെക്കിംഗ് ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ദെൻ ഇതിനകത്ത് മൾട്ടിപ്പിൾ ക്വറീസ് നമുക്ക് അറ്റ് എ ടൈം എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും യൂസിങ് എ സിംഗിൾ സ്റ്റേറ്റ്മെന്റ്. അത് കാരണം നമുക്ക് എന്താണ് നമുക്കെന്ന് പറയുന്നത് ഒരു മിനിറ്റ്, ഓക്കെ, മൾട്ടിപ്പിൾ സ്റ്റേറ്റ്മെന്റ്സ് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഒറ്റ കമാൻഡ് കൊണ്ട് നമുക്ക് മൾട്ടിപ്പിൾ സ്റ്റേറ്റ്മെന്റ്സ് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അത് കാരണം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ട്രാഫിക് കുറയ്ക്കാൻ പറ്റും, പ്രോസസ്സിംഗ് സ്പീഡ് കൂട്ടാൻ വേണ്ടി പറ്റും. ദെൻ അടുത്തതെന്ന് പറയുന്നത് നമ്മൾ എന്ത് പറഞ്ഞു, അടുത്തതെന്ന് പറയുന്നത് പോർട്ടബിൾ ആണ്. അതായത് PLSQL സ്റ്റേറ്റ്മെന്റ്സിൽ എഴുതുന്ന ഫങ്ഷൻസ് അതേപോലെ പ്രൊസീജിയേഴ്സും നമുക്ക് ഒരു സിസ്റ്റത്തിന് വേണ്ടി എഴുതി കഴിഞ്ഞാൽ എല്ലാ സിസ്റ്റത്തിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് PLSQL-ന്റെ ഒരു ബേസിക് എന്ന് പറയുന്ന രീതിയിൽ പറയേണ്ടത്. നമുക്ക് മെയിൻലി എക്സാം ഓറിയന്റഡ് ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ രണ്ട് കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതായത് ഫംഗ്ഷനും അതേപോലെ പ്രൊസീജിയറും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ് എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ എക്സാം ഓറിയന്റഡിലെ ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അതായിരിക്കും, ഡിഫറൻസ് ബിറ്റ്വീൻ ഫംഗ്ഷൻ ആൻഡ് പ്രൊസീജിയർ ഓറിയന്റഡ് സ്റ്റോർഡ് പ്രൊസീജിയർ. ഓക്കെ, അതെന്താണെന്നുള്ള കാര്യമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യം നമുക്ക് എങ്ങനെയാണ് ഫംഗ്ഷൻ എഴുതുന്നത്, എന്തൊക്കെ കാര്യങ്ങൾ ഫംഗ്ഷൻ്റെ അകത്ത് ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ. ഓക്കെ, ഫംഗ്ഷൻ ക്യാൻ ബി യൂസ്ഡ് ആസ് എ പാർട്ട് ഓഫ് SQL എക്സ്പ്രഷൻ, ദാറ്റ് ഈസ് വി ക്യാൻ യൂസ് ദം വിത്ത് സെലക്ട്, അപ്ഡേറ്റ്, മെർജ്. അതായത് നമുക്കൊരു ഫംഗ്ഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ SQL-നകത്ത് തന്നെ നമ്മൾ അഗ്രിഗേറ്റ് ഫംഗ്ഷൻ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അഗ്രിഗേറ്റ് ഫംഗ്ഷൻസ് നമുക്ക് പഠിച്ചിട്ടുണ്ട്. ഈ അഗ്രിഗേറ്റ് ഫംഗ്ഷൻസ് എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെലക്ട് ക്വറിയുടെ കൂടെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. സെലക്ട്, മാക്സ്, സാലറി എന്നൊക്കെ പറഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇതാണ് ഫംഗ്ഷന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അത് നമുക്ക് സെലക്റ്റോ അപ്ഡേറ്റോ മെർജ് സ്റ്റേറ്റ്മെന്റ്, മെർജ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ഇല്ല, അതെന്ന് പറയുന്ന ഒറാക്കിളിനകത്ത് ഇല്ലാത്ത സ്റ്റേറ്റ്മെന്റ് ആണ്. അതെന്ന് പറയുന്നത് വേറെ ഒരു ലാംഗ്വേജിനകത്തുള്ളതാണ്. അത് എനിക്ക് തോന്നുന്നു MySQL ആണെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പൊ ഇതിനകത്തൊക്കെ ഉള്ള സ്റ്റേറ്റ്മെന്റ് ആണ് മെർജ് എന്ന് പറയുന്നത്. അത് നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ സെലക്റ്റും അപ്ഡേറ്റും മാത്രം നോക്കിയാൽ മതി. അപ്പൊ സെലക്റ്റും അപ്ഡേറ്റിനകത്തും ഒക്കെ നമുക്ക് എന്ത് യൂസ് ചെയ്യാം, അഗ്രിഗേറ്റ് ഫംഗ്ഷൻസ് യൂസ് ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഫംഗ്ഷൻസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്യാരക്ടറിസ്റ്റിക് ഓഫ് എ ഫംഗ്ഷൻ ഈസ് ദാറ്റ് ഇറ്റ് മസ്റ്റ് റിട്ടേൺ എ വാല്യൂ. വളരെ 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 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. ഒരു ഫംഗ്ഷൻ ആണ് എന്നുണ്ടെങ്കിൽ അതിനകത്ത് എന്ത് ചെയ്യണം, അതൊരു വാല്യൂ റിട്ടേൺ ചെയ്തിരിക്കണം. ഓക്കെ, ഇറ്റ് മസ്റ്റ് റിട്ടേൺ എ വാല്യൂ. One most important characteristic of a function is that it must return a value. അതിനകത്ത് ആ ഒരു ഫംഗ്ഷൻ എന്ത് ചെയ്തിരിക്കണം, ഒരു വാല്യൂ റിട്ടേൺ ചെയ്തിരിക്കണം. അതിന്റെ സിന്റാക്സ് എന്ന് പറയുന്നത് ക്രിയേറ്റ് ഓർ റീപ്ലേസ്. നമുക്ക് വേണമെങ്കിൽ ക്രിയേറ്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞ് എഴുതാം, അല്ലെങ്കിൽ ഇപ്പോ നമുക്ക് ഓൾറെഡി ഉള്ള ഫംഗ്ഷന്
റീപ്ലേസ് ചെയ്തിട്ടാണ് നമുക്ക് ചെയ്യേണ്ടതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ക്രിയേറ്റ് ഓർ റീപ്ലേസ് എന്ന് പറഞ്ഞിരുന്നത്. അപ്പൊ ക്രിയേറ്റ് ഓർ റീപ്ലേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, റീപ്ലേസ് ചെയ്യും. ഇല്ല എന്നുണ്ടെങ്കിൽ ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, അതാണ് ക്രിയേറ്റ് ഓർ റീപ്ലേസ് ഫംഗ്ഷൻ എന്ന് പറയുന്ന കാര്യം ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഒന്നുകിൽ ക്രിയേറ്റ് എന്ന് പറഞ്ഞ് മാത്രം എഴുതാം, ക്രിയേറ്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞ് മാത്രം എഴുതാം, അല്ലെങ്കിൽ ക്രിയേറ്റ് ഓർ റീപ്ലേസ് എന്ന് പറഞ്ഞ് എഴുതാം, കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് എന്ത് ചെയ്യാം, അതിനകത്ത് എന്ത് ചെയ്യുക, ഫംഗ്ഷൻ നെയിം പറയും. ദെൻ ഫംഗ്ഷൻ നെയിം കഴിഞ്ഞതിന് ശേഷം അതിന്റെ പാരാമീറ്റേഴ്സ് എന്തൊക്കെയാണെന്നുള്ള കാര്യം നമ്മൾ പറയാം. പാരാമീറ്റേഴ്സ് എന്ന് പറയുമ്പോൾ, പാരാമീറ്റർ നെയിം എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, അതിന്റെ പേര്. പാരാമീറ്റേഴ്സ് എങ്ങനെയാണ് നമ്മൾ പറയുന്നത് എന്ന് പറഞ്ഞാൽ ആദ്യം അതിന്റെ പേര് പറയുക, അതിന്റെ ടൈപ്പ് എന്താണ്. 3 ടൈപ്പ് ഉണ്ട്, ഇൻ ഉണ്ട്, ഔട്ട് ഉണ്ട്, ഇൻ ഔട്ട്. ഇതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പ്രൊസീജിയർ പഠിക്കുമ്പോൾ നമുക്ക് പഠിക്കാം. ഫംഗ്ഷൻ്റെ അകത്ത് നമുക്ക് അങ്ങനെ ഇങ്ങനെ യൂസ് ചെയ്യാമെന്നുണ്ടെങ്കിൽ നമ്മൾ പൊതുവെ അങ്ങനെ ഇന്നും ഔട്ടും ഇൻ ഔട്ടും നമ്മൾ സ്പെസിഫൈ ചെയ്യാറില്ല. നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് അത് പ്രൊസീജിയർ പഠിക്കുമ്പോൾ നമുക്ക് പഠിക്കാം. സിന്റാക്സിനകത്ത് ഇത് ഉണ്ടെന്നേ ഉള്ളൂ, അല്ലാതെ ഇതിനകത്ത് നമ്മൾ യൂസ് ചെയ്യാറില്ല. ഓക്കെ, അപ്പൊ പാരാമീറ്റേഴ്സ് നമ്മൾ ആദ്യം പാസ് ചെയ്യുന്നത്, ആദ്യം പാരാമീറ്ററിന്റെ പേര് പറയുക, ദെൻ അതിന്റെ ഏത് ടൈപ്പ് ഓഫ് പാരാമീറ്റർ ആണെന്ന് പറയുക, അതിന്റെ ഡേറ്റ ടൈപ്പ് എന്താണെന്ന് പറയാം. നമ്പർ ആണോ, ഇന്റിജർ ആണോ, അതോ ക്യാരക്ടർ അറേ ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ടൈപ്പായിട്ട് പറയും. കോമ അടുത്ത പാരാമീറ്റർ എന്താണോ അത് പറയും. അങ്ങനെ പറയാം. ഇതിനകത്ത് മെയിൻ ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത് ഇതാണ്, റിട്ടേൺ ഡേറ്റ ടൈപ്പ്. ഓക്കെ, അപ്പൊ നമ്മൾ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു ഇറ്റ് മസ്റ്റ് റിട്ടേൺ എ വാല്യൂ. ഒരു വാല്യൂ എന്തായിരുന്നു റിട്ടേൺ ചെയ്യുന്നത്. ആ റിട്ടേൺ ചെയ്യുന്നതിന്റെ ടൈപ്പ് എന്താണെന്നുള്ള കാര്യമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇവിടെ പറയേണ്ടത്. ഓക്കെ, അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഈസ് അല്ലെങ്കിൽ ആസ് യൂസ് ചെയ്യാം. ഈസോ അല്ലെങ്കിൽ ആസോ യൂസ് ചെയ്യാം. ദെൻ എപ്പോഴും നമുക്ക് ഒരു PLSQL ബ്ലോക്ക് ചെയ്യുന്നത് ഒരു ബിഗിൻ എൻഡ് ബ്ലോക്കിനകത്തായിരിക്കും. അപ്പൊ ബിഗിനും എൻഡിന്റെ അകത്തായിരിക്കും നമ്മുടെ എന്ത് കാണുന്നത്, ഫംഗ്ഷൻ ബോഡി കാണുന്നത്. അപ്പൊ എൻഡിന്റെ അവസാനമായിട്ട് നമ്മൾ എന്തും കൂടെ എഴുതുക, ഫംഗ്ഷൻ നെയിം എന്താണോ അതും കൂടെ എഴുതുക. ഓക്കെ, ഇപ്പൊ ഞാനാണെങ്കിൽ ഇവിടെ ABC എന്നാണ് എഴുതുന്നതെങ്കിൽ എന്റെ ഫംഗ്ഷൻ നെയിം ABC എന്നുള്ള കാര്യം കൂടെ എഴുതുക. ഇത് ഈ സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഓപ്ഷണൽ കേസസ് ആണ്. അപ്പൊ ഇതിനകത്ത് ഏതൊക്കെയാണ് ഓപ്ഷണൽ? പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത് ഓപ്ഷണലാണ്. ഓക്കെ, ദെൻ ഈ ഫംഗ്ഷൻ നെയിം, ഇവിടുത്തെ ഫംഗ്ഷണൽ നെയിം എന്ന് പറയുന്നത് ഓപ്ഷണലാണ്. അപ്പൊ എല്ലാ ഫംഗ്ഷനും പാരാമീറ്റേഴ്സ് വേണമെന്നില്ല. പക്ഷെ എല്ലാ ഫംഗ്ഷനും എന്തുണ്ട്, റിട്ടേൺ ടൈപ്പ് ഉണ്ടായിരിക്കും. ഓക്കെ, റിട്ടേൺ ടൈപ്പ് എന്തായിരുന്നാലും ഉണ്ടായിരിക്കും. ഇനി 3 ടൈപ്പിലുള്ള പാരാമീറ്റേഴ്സ് ഉണ്ട്, ഇൻ ഔട്ട്. അത് എന്താണെന്നുള്ള കാര്യം നമുക്ക് പ്രൊസീജിയർ പഠിക്കുമ്പോൾ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഇപ്പൊ ജസ്റ്റ് ഇത്ര മാത്രമാണ് നിന്നാണ്. ഓക്കെ, അപ്പൊ എനിക്ക് വേണ്ടത് ഫൈൻഡ് ടോട്ടൽ സ്ട്രെങ്ത് ഓഫ് സ്റ്റുഡന്റ് യൂസിങ് ഫംഗ്ഷൻ പ്രസന്റ് ഇൻ ഡിഫറെന്റ് സെക്ഷൻ ഇൻ എ സ്കൂൾ. ഓക്കെ, നമുക്ക് ടോട്ടൽ സ്ട്രെങ്ത് ഓഫ് സ്റ്റുഡന്റ് ഫംഗ്ഷൻ യൂസ് ചെയ്ത് കണ്ടുപിടിക്കും. ഓക്കെ, ഇൻ ഡിഫറെന്റ് സെക്ഷൻ ഇൻ എ സ്കൂൾ. അപ്പൊ എനിക്ക് വേണ്ടത്, എനിക്ക് സെഷൻ എന്ന് പറയുന്ന ഒരു ടേബിൾ ഉണ്ട്. ഓക്കെ, സെഷൻ എന്ന് പറയുന്ന ഒരു ടേബിൾ ഉണ്ട്. അതിനകത്ത് ടോട്ടൽ സ്ട്രെങ്ത് ഉണ്ട്, ടോട്ടൽ അണ്ടർസ്കോർ സ്ട്രെങ്ത് ഉണ്ടെന്ന് വിചാരിക്കും. അങ്ങനെ ഒരു ഫീൽഡ് ഉണ്ട്. അതിന്റെ ടോട്ടൽ ആണ് വേണ്ടത്. ഓക്കെ, ടോട്ടൽ ആണ് വേണ്ടത്. സം കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ടോട്ടൽ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന അഗ്രിഗേറ്റ് ഫംഗ്ഷൻ എന്താണ്? ടോട്ടൽ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന അഗ്രിഗേറ്റ് ഫംഗ്ഷൻ എന്താണ്? സം എന്ന് പറയുന്നതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ സം ഇതാണ് അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള SQL സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത് ഈ ഒരു കാര്യത്തിനെ, ഈ ഒരു SQLനെ എനിക്ക് എന്തായിട്ട് മാറ്റണം, ഒരു PLSQL ബ്ലോക്ക് അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ ആയിട്ട് മാറ്റണം. അതിനുവേണ്ടി ഞാൻ ആദ്യം എന്ത് ചെയ്യുന്നു, ഞാനാണെങ്കിൽ ക്രിയേറ്റ് ഓർ റീപ്ലേസ് ഫംഗ്ഷൻ. ഫംഗ്ഷന്റെ പേരെന്ന് പറയുന്നത് ടോട്ടൽ സ്ട്രെങ്ത് എന്ന് പറഞ്ഞു കൊടുക്കാം. ഓക്കെ, ടോട്ടൽ സ്ട്രെങ്ത് എന്ന് പറഞ്ഞു കൊടുക്കാം. ഓക്കെ, ഇതിനകത്ത് പാരാമീറ്റേഴ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് അതൊന്നും പറയണ്ട. കാരണം ഞാൻ ഇവിടെ കണ്ടീഷൻ വല്ലതും പറയുന്നുണ്ടോ? ഇല്ല. കണ്ടീഷൻസ് പറയുന്നതിന്റെ വാല്യൂസ് ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പാരാമീറ്റേഴ്സ് പാസ് ചെയ്യുന്നത്. ഇതിനകത്ത് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ പാരാമീറ്റേഴ്സ് ഒന്നും പാസ് ചെയ്യുന്നു. ഇനി റിട്ടേൺ ചെയ്യുന്നത് എന്തായിരിക്കും? റിട്ടേൺ ചെയ്യുന്നത് ഒരു ഇന്റിജർ വാല്യൂ ആയിരിക്കും. ഇനി ഇവിടെ ഈസ് അല്ലെങ്കിൽ ആസ് യൂസ് ചെയ്യാം. ആസ്. ഓക്കെ,
ഇനി ഞാനാണെങ്കിൽ എന്ത് ചെയ്യാൻ പോവാണ്, ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യാൻ പോവാണ്. ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നു. അതെന്ന് പറയുന്നത് ഇന്റീജർ ആണ്. ഓക്കെ, ഇന്റീജർ വാല്യൂ ഡിക്ലെയർ ചെയ്യും. ഇന്റീജർ വാല്യൂ ഡിക്ലെയർ ചെയ്യും. ദെൻ ഞാൻ എന്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ സ്റ്റേറ്റ്മെന്റ്, ദാറ്റ് ഈസ് സെലക്ട് സം ഓഫ് ടോട്ടൽ സ്ട്രെങ്ത് ഫ്രം സെഷൻ. ഇതാണ് നമ്മുടെ SQL. ഈ ഒരു വാല്യൂ ഞാൻ എന്ത് ചെയ്യുന്നു, ഇൻടു ഞാൻ ഈ ടോട്ടലിലേക്ക് അയക്കുന്നു. അപ്പൊ എന്താണ് സംഭവിക്കുന്നത്, ആദ്യം നമുക്ക് എന്ത് കിട്ടും, ഈ ഒരു സം കിട്ടും. ആ സമ്മിനെ ഞാൻ ഏത് വേരിയബിളിലേക്ക് ഞാൻ അയക്കുന്നു, ഇവിടെ ഞാൻ ഡിക്ലെയർ ചെയ്ത ഈ ടോട്ടൽ എന്ന് പറയുന്ന വേരിയബിളിലേക്ക് ഞാൻ ചെയ്യും. അങ്ങനെയാണ് എനിക്ക് എന്ത് ചെയ്യുന്നത്, ഈ ഒരു വാല്യൂ ടോട്ടലിലേക്ക് ഞാൻ എത്തുന്നത്. ഇവിടെ ഇൻടു എന്ന് പറയുന്ന ഒരു കീവേഡ് എന്തിനു വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്, എനിക്ക് കിട്ടുന്ന വാല്യൂ ഞാൻ എങ്ങോട്ടേക്ക് അയക്കും, ഞാൻ ടോട്ടൽ എന്ന് പറയുന്ന വേരിയബിളിലേക്ക് അയക്കും. അപ്പൊ ഇവിടെ നമുക്ക് നോക്കാം. ഇവിടെയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്തിരിക്കുന്നു, ക്രിയേറ്റ് ഓർ റീപ്ലേസ് ഫംഗ്ഷൻ. ആ ഫംഗ്ഷന്റെ പേര് ടോട്ടൽ സ്ട്രെങ്ത് എന്നാണ്. ദെൻ റിട്ടേൺ ചെയ്യുന്നത് എന്താണ്, ഇന്റീജർ ആണ്. ദെൻ ടോട്ടൽ എന്ന് പറയുന്നത് ഒരു ഇന്റീജർ ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു ഞാൻ 0 എന്ന് പറഞ്ഞ് ഇനിഷ്യലൈസ് ചെയ്തിരിക്കുന്നു. ആ ഇനിഷ്യലൈസ് ചെയ്യണമെന്ന് ആവശ്യമില്ല, ഇനിഷ്യലൈസ് ചെയ്ത് കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. ദെൻ ബിഗിനും എൻഡിന്റെ അകത്ത്, ബിഗിൻ എൻഡിന്റെ അകത്ത് ഞാൻ എന്ത് ചെയ്യുക, ബിഗിനും എൻഡിന്റെ അകത്ത് ഞാൻ എന്ത് ചെയ്യുക, ആ ക്വറി എഴുതുക. ഓക്കെ, എന്താണ് ക്വറി, സെലക്ട് സം ഓഫ് സ്ട്രെങ്ത് ഇൻടു ടോട്ടൽ ഫ്രം എന്ത് ചെയ്യുക, സെഷൻ. അപ്പൊ ഇവിടെ എന്ത് ചെയ്യും, സ്ട്രെങ്ത് എല്ലാം കൂടെ സം ചെയ്തതിന് ശേഷം ഞാൻ എങ്ങോട്ടേക്ക് മാറ്റും, ടോട്ടൽ എന്ന് പറയുന്ന വേരിയബിളിലേക്ക് മാറ്റും. അതിനുശേഷം ഞാൻ എന്ത് ചെയ്യുന്നു, ആ ടോട്ടൽ എന്ന് പറയുന്ന ആ വേരിയബിളിനെ ഞാൻ റിട്ടേൺ ചെയ്യും. ടോട്ടൽ എന്ന് പറയുന്നത് എന്താണ്, ഒരു ഇന്റീജർ ആണ്. ആ ഇന്റീജർ വാല്യൂവിനെ ഞാൻ റിട്ടേൺ ചെയ്യും. ഇതാണ് എന്തിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്, ടു ഫൈൻഡ് ടോട്ടൽ സ്ട്രെങ്ത് ഓഫ് എ ഡിഫറെന്റ് സെഷൻ എന്ന് പറയുന്ന ക്വസ്റ്റ്യന്റെ ഫംഗ്ഷൻ. ഇനി ഞാൻ ഫംഗ്ഷൻ എഴുതാൻ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. ഇനി എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിനെ എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യാം, ഐദർ എന്ത് എക്സിക്യൂട്ട് എന്ന് പറയുന്ന ഒരു കമാൻഡ് യൂസ് ചെയ്ത് ടോട്ടൽ സ്ട്രെങ്ത് വിളിക്കുക. ടോട്ടൽ സ്ട്രെങ്ത് എന്ന് പറഞ്ഞ് വിളിച്ചു കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും, ഇതിന്റെ ആൻസർ എന്താണെന്നുള്ള കാര്യം കിട്ടും. അല്ല എന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യുക, വീണ്ടും ഒരു PLSQL ബ്ലോക്ക് എടുക്കുക. ആ PLSQL ബ്ലോക്ക് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ടോട്ടൽ സ്ട്രെങ്ത് ഫംഗ്ഷൻ വിളിക്കാൻ പറ്റും. അത് എങ്ങനെയാണെന്നുള്ള കാര്യമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പൊ ഫസ്റ്റ് ഇവിടെ എന്താ ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ, നമുക്ക് സെറ്റ് സെർവർ ഔട്ട്പുട്ട് ഓൺ എന്ന് പറയുന്ന ഒരു കമാൻഡ് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, നമുക്ക് എന്തെങ്കിലും ഔട്ട്പുട്ട് വാല്യൂ നമുക്ക് പ്രിന്റ് ചെയ്യണം. അല്ലെങ്കിൽ DBMS _output dot put line എന്ന് പറഞ്ഞ ഒരു ഫംഗ്ഷൻ ഞാൻ വിളിക്കുമ്പോൾ എനിക്ക് ഔട്ട്പുട്ടിലേക്ക് എന്തെങ്കിലും പ്രിന്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം, സെർവർ ഔട്ട്പുട്ട് ഓൺ ആയിട്ട് സെറ്റ് ചെയ്ത് വെക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, വാല്യൂസ് എനിക്ക് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പൊ ഞാൻ എന്ത് ചെയ്തു, അത് ഞാൻ ഓൺ ആക്കി വെച്ചു. ദെൻ ഒരു വാല്യൂ ഡിക്ലെയർ ചെയ്യാൻ വേണ്ടി പോവാണ്. ദാറ്റ് ഈസ് ആൻസർ എന്ന് പറയുന്ന ഈ ഒരു ഇന്റീജർ വാല്യൂ ഞാൻ എടുത്തു. ദെൻ ബിഗിൻ എൻഡ് ഇതിന്റെ അകത്താണ് നമ്മൾ എഴുതേണ്ടത്. ആ ബിഗിൻ എൻഡിന്റെ അകത്താണ് PLSQL കോഡ് നമ്മൾ എഴുതേണ്ടത്. ഞാൻ എന്ത് ചെയ്യുന്നു, ആൻസർ ഈസ് ഈക്വൽ ടു ടോട്ടൽ സ്ട്രെങ്ത്. ടോട്ടൽ സ്ട്രെങ്ത് എന്ന് പറയുന്നത് എന്താണ്, ഒരു ഫംഗ്ഷൻ ആണ്. അപ്പൊ അതിനകത്ത് പാരാമീറ്റേഴ്സ് വല്ലതുണ്ടോ, ഇല്ല, പാരാമീറ്റേഴ്സ് ഇല്ലാത്തത് കാരണം ഞാൻ എന്ത് ചെയ്യുന്നു, ജസ്റ്റ് ഫംഗ്ഷൻ കോൾ മാത്രം കൊടുക്കും. അപ്പൊ എന്ത് ചെയ്യും, അവിടുന്ന് ടോട്ടൽ കണ്ടുപിടിച്ചതിന് ശേഷം അത് ആൻസറിലേക്ക് കൊടുക്കും. എന്നിട്ട് എന്ത് ചെയ്യുന്നു, DBMS _output dot put _ line എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ which is equivalent to നമ്മുടെ system.out.println അല്ലെങ്കിൽ പ്രിന്റ്, ഇതിനൊക്കെ ഈക്വലന്റ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ആണ് എന്ന് പറയുന്നത്. printf അല്ലെങ്കിൽ cout, ഇതിനെയൊക്കെ ഈക്വലന്റ് ആയിട്ടുള്ള ഒരു PLSQL-നകത്തുള്ള ഒരു ഫംഗ്ഷൻ ആണ് DBMS _output dot put _ line എന്ന് പറഞ്ഞ ഫംഗ്ഷൻ. ഇതിനകത്ത് ഞാൻ എന്ത് ചെയ്യുന്നു, ടോട്ടൽ സ്ട്രെങ്ത് ഓഫ് സ്റ്റുഡന്റ് ഈസ്, ഇതെന്ന് പറയുന്നത് എന്താണ്, ഇതെന്ന് പറയുന്നതിനെ നമ്മൾ കോൺകാറ്റിനേറ്റ് ഓപ്പറേഷൻ, കോൺകാറ്റിനേറ്റ് ഓപ്പറേറ്റർ ഇൻ PLSQL. അപ്പൊ കോൺകാറ്റിനേറ്റ് ഓപ്പറേറ്റർ ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ഇപ്പൊ എനിക്ക് 100 ആണ് ആൻസർ എങ്കിൽ ടോട്ടൽ സ്ട്രെങ്ത് ഓഫ് സ്റ്റുഡന്റ് എന്ന് പറയുന്നത് സ്റ്റുഡൻസ് ഈസ് 100 എന്ന് പറഞ്ഞ് ഡിസ്പ്ലേ ചെയ്യും. ഓക്കെ, ഇതാണ് എന്തിന്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത്, ഫംഗ്ഷന്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഫംഗ്ഷന്റെ അകത്ത് നമുക്ക് മസ്റ്റ് ആയിട്ട് നമുക്ക് അറിയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എന്തായിരിക്കണം, ഫംഗ്ഷന്റെ അകത്ത് നമ്മൾ ഒരു വാല്യൂ മസ്റ്റ് ആയിട്ട് റിട്ടേൺ ചെയ്യണം.
എക്സാം ഓറിയന്റഡ് ആയിട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് ഇതാണ്. രണ്ടാമത് ഇമ്പോർട്ടന്റ് ആയിട്ട് ആവശ്യമുള്ളത് എന്ന് പറയുന്നത് സെലക്ട് ക്വറിയിലും അപ്ഡേറ്റ് ക്വറീസിനകത്ത് ഡിലീറ്റ് ക്വറിക്കകത്തും ഒക്കെ DML സ്റ്റേറ്റ്മെന്റ്സിനകത്ത് എല്ലാം നമുക്ക് എന്ത് യൂസ് ചെയ്യാം, ഫങ്ഷൻസ് ഡയറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതെന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. ആ 2 പോയിന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സിന്റാക്സ് ഒക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം നോക്കിയാൽ മതി. എക്സാമ്പിളും അതേപോലെ തന്നെയാണ്. ഇതിനകത്ത് എക്സാം ഓറിയന്റഡ് ആയിട്ട് എന്തുമാത്രം നോക്കിയാൽ മതി, ആ സ്റ്റേറ്റ്മെന്റ്സ് മാത്രം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കുക. അതിനകത്ത് ഇത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഡിഫറൻസ് ഞാൻ പറയുന്നുണ്ട്. ആ ഡിഫറൻസ് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് ഇത് ക്വസ്റ്റ്യൻസ് സ്ഥിരമായിട്ട് ചോദിക്കാം. ഓക്കെ, അപ്പൊ സ്റ്റോർഡ് പ്രൊസീജിയർ എന്താണ്? Stored procedure can be created to perform one or more DL operation on database. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സാലറി അപ്ഡേറ്റ് ചെയ്യുന്നു. സാലറി അപ്ഡേറ്റ് ചെയ്തതിനു ശേഷം അപ്ഡേറ്റഡ് സാലറി ഞാൻ ഡിസ്പ്ലേ ചെയ്യും. അത് നമ്മൾ നോർമലി ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഒന്നോ അധികമോ ഓപ്പറേഷൻസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതിന് പകരം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു സ്റ്റോർഡ് പ്രൊസീജിയർ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനകത്ത് ഒന്നിൽ കൂടുതൽ SQL സ്റ്റേറ്റ്മെന്റ്സ് എഴുതുന്നു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ആ പ്രൊസീജിയർ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ആ സ്റ്റേറ്റ്മെന്റ്സ് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. It is nothing but a group of SQL statements that accept some input in form of parameters and perform some task and may or may not return a value. ഇവിടെ കണ്ടോ, ഇതിനകത്ത് may or may not return a value. ഇതിനകത്ത് മാൻഡേറ്ററി ആയിട്ട് ഒരു വാല്യൂ റിട്ടേൺ ചെയ്യണമെന്നൊന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെ അത് കാരണം നമുക്ക് എന്ത് ചെയ്യാൻ പറയാൻ പറ്റത്തില്ല, ഈ സ്റ്റോർഡ് പ്രൊസീജിയർ ഒരു വാല്യൂ റിട്ടേൺ ചെയ്യും എന്ന് നമുക്ക് ഉറപ്പായിട്ട് പറയാൻ പറ്റില്ല. പക്ഷെ ഫംഗ്ഷന്റെ കേസ് അതല്ല, അത് മാൻഡേറ്ററി ആയിട്ട് ഒരു വാല്യൂ റിട്ടേൺ ചെയ്യണം. ഓക്കെ, സ്റ്റോർഡ് പ്രൊസീജിയർ ആർ ക്രിയേറ്റഡ് ടു പെർഫോം one or more DLL operation on database. It is nothing but a group of SQL statements that accept some input in form of parameters and perform some task. അതായത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇൻപുട്ട് ഈ SQL സ്റ്റേറ്റ്മെന്റിലേക്ക് അല്ലെങ്കിൽ പ്രൊസീജിയറിലേക്ക് നമ്മൾ ഇൻപുട്ട് എങ്ങനെയാണ് പാസ് ചെയ്യുന്നത്, പാരാമീറ്റേഴ്സ് ആയിട്ടാണ് പാസ് ചെയ്യുന്നത്. എന്നിട്ട് ഈ പാരാമീറ്റേഴ്സ് യൂസ് ചെയ്തിട്ട് എന്തെങ്കിലും ടാസ്ക് ചെയ്യും. അതിനുശേഷം നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഒരു വാല്യൂ റിട്ടേൺ ചെയ്യാം, ഇല്ലാന്നുണ്ടെങ്കിൽ മാൻഡേറ്ററി അല്ല, ഓപ്ഷണൽ ആണ്. ഇനി ഇതാണ് അതിന്റെ നേരത്തെ ഫംഗ്ഷന്റെ അതേ സിന്റാക്സ് തന്നെയാണ്. അതിനകത്ത് ആകെ ഡിഫറൻസ് വരുന്നത് ഇവിടെ ആയിട്ട് എന്ത് വരുന്നുണ്ട്, ഒരു എക്സെപ്ഷൻ ബ്ലോക്ക് വരുന്നുണ്ട്. അതേപോലെ ഇവിടെ റിട്ടേൺ ബ്ലോക്കും ഇല്ല. അപ്പൊ 2 വ്യത്യാസങ്ങളാണ് ഉള്ളത്. ഒന്ന്, എക്സെപ്ഷൻ ബ്ലോക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഇവിടെ റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് ഇല്ല. ബാക്കി എല്ലാ കാര്യങ്ങളും സെയിം തന്നെയാണ്. ഓക്കെ, ക്രിയേറ്റ് ഓർ റീപ്ലേസ്, പ്രൊസീജിയർ നെയിം, പാരാമീറ്റേഴ്സ് പറയുക, ഈസ് എന്ന് പറയുന്നതാണ് എടുത്തിരിക്കുന്നത്. നേരത്തെ ആണെങ്കിൽ നമുക്ക് ഈസും ആസും ഉണ്ടായിരുന്നു, ഇവിടെ ഈസ് മാത്രമേ ഉള്ളൂ. ദെൻ എന്താണ്, ഡിക്ലറേഷൻ സെക്ഷൻ പറയുക. ദെൻ ബിഗിനും എൻഡിനും അകത്ത് നമ്മൾ എക്സിക്യൂട്ടബിൾ സെക്ഷൻ പറയുക. ഇതിന്റെ കൂടെ തന്നെ നമ്മൾ എന്ത് പറയാ, എക്സെപ്ഷൻ ഉണ്ടോ ഇല്ലയെന്നും കൂടെ പറയും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, ബിഗിനും എൻഡിന്റെ അകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, എക്സിക്യൂട്ടബിൾ സെക്ഷനും എഴുതുന്നു, എക്സെപ്ഷനും എഴുതുന്നു. അപ്പോ പ്രൊസീജിയറിന്റെ അകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സെപ്ഷൻസ് ആഡ് ചെയ്യാൻ പറ്റും. എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് നമുക്ക് ആഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഫംഗ്ഷന്റെ അകത്ത് നമ്മൾ എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് ഉണ്ടായിരുന്നു, ഇല്ല. അതേപോലെ ഫംഗ്ഷന്റെ അകത്ത് റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു, സ്റ്റോർഡ് പ്രൊസീജിയറിനകത്ത് റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു, ഇല്ല. അപ്പൊ അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം, ഫംഗ്ഷന്റെ അകത്ത് മാൻഡേറ്ററി ആയിട്ട് ഒരു വാല്യൂ റിട്ടേൺ ചെയ്യണം. സ്റ്റോർഡ് പ്രൊസീജിയറിനകത്ത് വേണമെങ്കിൽ മാത്രം എന്ത് ചെയ്താൽ മതി, റിട്ടേൺ വാല്യൂ ചെയ്താൽ മതി. ശരി, ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മൾ 3 പാരാമീറ്റേഴ്സിനെ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. അതെന്തൊക്കെയാണെന്നുള്ള കാര്യമാണ് നമ്മൾ പഠിക്കാൻ. ഫസ്റ്റ് വൺ, 3 ടൈപ്പ് ഓഫ് പാരാമീറ്റർ ഉണ്ട്. ഇൻ പാരാമീറ്റർ, ഔട്ട് പാരാമീറ്റർ ആൻഡ് ഇൻ ഔട്ട് പാരാമീറ്റർ. ഓക്കെ, ഇതിന്റെ അകത്ത് ഇൻ പാരാമീറ്ററിനെ നമ്മൾ കോൺസ്റ്റൻസ് എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, കോൺസ്റ്റൻസ് എന്നാണ് വിളിക്കുന്നത്. ഔട്ട് പാരാമീറ്ററിനെ നമ്മൾ അൺഇനീഷ്യലൈസ്ഡ് വേരിയബിൾസ് എന്നാണ് വിളിക്കുന്നത്. അൺഇനീഷ്യലൈസ്ഡ് വേരിയബിൾസ് എന്നാണ് വിളിക്കുന്നത്. ഇനി ഇൻ ഔട്ടിനെ ഇനീഷ്യലൈസ്ഡ് വേരിയബിൾ എന്നാണ് വിളിക്കുന്നത്. ഇനീഷ്യലൈസ്ഡ് വേരിയബിൾസ്. ഓക്കെ, ഇൻ എന്ന് പറയുന്നത് നമ്മൾ അവിടെ ഒരു പാരാമീറ്റർ പാസ് ചെയ്യാണ് ചെയ്യുന്നത്. ഒരു പാരാമീറ്റർ നമ്മൾ പാസ് ചെയ്യാണ് ചെയ്യുന്നത്. അതെന്ന് പറയുന്നത് ഇൻപുട്ട് ടു എ പ്രൊസീജിയർ ആണ്. ഇൻപുട്ട് ടു എ പ്രൊസീജിയർ ആണ്. അതിന്റെ വാല്യൂ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ചേഞ്ച് ചെയ്യുന്നില്ല. അത് യൂസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യും, എന്തെങ്കിലും റിട്രീവ് ചെയ്യാനോ അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. സോ അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, കോൺസ്റ്റൻസ് എന്ന് വിളിക്കുന്നത്. കോൺസ്റ്റൻസിന്റെ വാല്യൂ നമ്മൾ ചേഞ്ച് ചെയ്യാറില്ലല്ലോ, അതുകൊണ്ടാണ് നമ്മൾ അതിനെ കോൺസ്റ്റൻസ് എന്ന് വിളിക്കുന്നത്. ഇനി
ഔട്ട് എന്ന് പറയുന്നത് ഇനി അൺഇനീഷ്യലൈസ്ഡ് വാല്യൂ ആണ്. അതായത് നമ്മൾ കോൾ ചെയ്യുന്ന സമയത്ത് ആ വേരിയബിൾസിനെ ഇനീഷ്യലൈസ് ചെയ്യാതെ ജസ്റ്റ് എന്ത് ചെയ്യുക, അങ്ങ് പാസ് ചെയ്യുക മാത്രമേ ഉള്ളൂ. അതിന്റെ വാല്യൂ ഇനീഷ്യലൈസ് ചെയ്യുന്നത് ആരായിരിക്കും? ആ പ്രൊസീജിയറിന്റെ അകത്ത് വെച്ചിട്ടായിരിക്കും ഇനീഷ്യലൈസ് ചെയ്യുന്നത്. ഓക്കെ, അതിനെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത് ഔട്ട് വേരിയബിൾസ് എന്ന് വിളിക്കുന്നത്, ഔട്ട് പാരാമീറ്റേഴ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി ഇൻ ഔട്ട് എന്ന് പറയുന്നത് എന്താണ്? ഇനീഷ്യലൈസ്ഡ് വേരിയബിൾസ് ആണ്. അതായത് ഞാൻ അതിന് ഒരു അതായത് പ്രൊസീജിയറിലേക്ക് പാസ് ചെയ്യുന്നതിന് മുമ്പ് അതിനൊരു വാല്യൂ ഞാൻ ഇനീഷ്യലൈസ് ചെയ്യും. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യും? അത് നമ്മുടെ പ്രൊസീജിയറിന് അതിന്റെ വാല്യൂ അപ്ഡേറ്റ് ചെയ്യാനുള്ള പെർമിഷൻ. അത് വേരിയബിൾ ആണ്, അതായത് അതിന്റെ വാല്യൂ ഞാൻ ചേഞ്ച് ചെയ്യുന്നു. അപ്പൊ അതിനെ നമുക്ക് വേരിയബിൾ എന്ന് വിളിക്കാം. ഇനി അതിനെ ഇനിഷ്യലൈസ് ചെയ്തിട്ടില്ല നമ്മൾ പ്രൊസീജിയറിലേക്ക് അയക്കുന്നത്. അതെ, അത് കാരണം അതിനെ നമുക്ക് എന്ത് വിളിക്കാം? ഇനീഷ്യലൈസ്ഡ് വേരിയബിൾ എന്ന് വിളിക്കാം. ഓക്കെ, അപ്പൊ ഇൻ പാരാമീറ്റേഴ്സിനെ കോൺസ്റ്റന്റ്സ് എന്നും ഔട്ട് പാരാമീറ്റേഴ്സിനെ നമ്മൾ അൺഇനീഷ്യലൈസ്ഡ് വേരിയബിൾസ് എന്നും ഇൻ ഔട്ട് വേരിയബിൾസിനെ നമ്മൾ ഇനീഷ്യലൈസ്ഡ് വേരിയബിൾസ് എന്നാണ് വിളിക്കുന്നത്. ഇനി കൂടുതലായിട്ട് ഇന്നും ഔട്ടും അതേപോലെ ഇൻ ഔട്ടും എന്താണെന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് വൺ ഇൻ എന്ന് പറയുന്നത് ഡിഫോൾട്ട് ആയിട്ട് ഒരു പാരാമീറ്ററിന്റെ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇൻ ആയിരിക്കും. അതായത് അത് ഇൻപുട്ട് ടു എ പ്രൊസീജിയർ, ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ഇൻപുട്ട് ആയിട്ടായിരിക്കും, ഇൻ പാരാമീറ്റർ ആയിട്ടായിരിക്കും പോകുന്നത്. ഓക്കെ, ഇറ്റ് ഓൾവേസ് റിസീവ് വാല്യൂ ഫ്രം ദി കോളിംഗ് ഫംഗ്ഷൻ. ആരാണോ വിളിക്കുന്നത് അതിൽ നിന്നും വാല്യൂ നമുക്ക് അത് ഇനിഷ്യലൈസ് ചെയ്ത് അതിനൊരു വാല്യൂ കൊടുത്തിട്ടാണ് എന്തിലേക്ക് അയക്കുന്നത്? പ്രൊസീജിയറിലേക്ക് അയക്കുന്നത്. ഔട്ട് പാരാമീറ്റർ എന്ന് പറയുമ്പോൾ ഇറ്റ് ഓൾവേസ് സെൻഡ് ദി വാല്യൂ ടു ദ കോളിംഗ് ഫംഗ്ഷൻ. അതായത് അൺഇനീഷ്യലൈസ് ചെയ്ത് നമുക്ക് പ്രൊസീജിയറിലേക്ക് അയക്കും. അതിനുശേഷം ആ പ്രൊസീജിയർ ഒരു വാല്യൂ ഇനിഷ്യലൈസ് ചെയ്തിട്ട് ഞാൻ തിരിച്ചയച്ചു കൊടുക്കും. ഓക്കെ, അതാണ് ഔട്ട് വേരിയബിൾ എന്ന് പറയുന്നത്. ഇൻ ഔട്ട് എന്ന് പറയുന്നത് ദിസ് പാരാമീറ്റർ പെർഫോംസ് ബോത്ത് ഓപ്പറേഷൻ. അതായത് അങ്ങോട്ട് പോകുമ്പോൾ നമ്മൾ ഒരു വാല്യൂ ഇനിഷ്യലൈസ് ചെയ്ത് കൊടുക്കും, തിരിച്ചു വരുന്ന സമയത്ത് അത് പുതിയൊരു വാല്യൂ ആയിട്ടോ അല്ലെങ്കിൽ ഓൾറെഡി ഉള്ള വാല്യൂ ആയിട്ടോ തിരിച്ചു വരും. ഓക്കെ, ഇറ്റ് റിസീവ്സ് വാല്യൂ ആസ് വെൽ ആസ് സെറ്റ് വാല്യൂ ടു ദ കോളിംഗ് ഫംഗ്ഷൻ. ഓക്കെ, അങ്ങനെ നമുക്ക് 3 ടൈപ്പിലുള്ള പാരാമീറ്റേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞ് മനസ്സിലായി. ഇന്ന്, ഔട്ട്, ഇൻ ഔട്ട്. നെക്സ്റ്റ് വൺ, ഇമാജിൻ എ ടേബിൾ നെയിംഡ് എംപ്ലോയി അണ്ടർസ്കോർ ടേബിൾ സ്റ്റോർഡ് ഇൻ ഡേറ്റാബേസ്. ഡേറ്റാബേസിനകത്ത് സ്റ്റോർ ചെയ്തിട്ടുള്ള ഒരു ടേബിൾ, എംപ്ലോയി അണ്ടർസ്കോർ ടേബിൾ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ, ഒരു ടേബിൾ നമ്മൾ വിചാരിക്കുക. വി ആർ റൈറ്റിംഗ് ടു അപ്ഡേറ്റ് എ സാലറി ഓഫ് എംപ്ലോയി വിത്ത് എംപ്ലോയി ഐ ഡി 1000. എംപ്ലോയി ഐ ഡി 1000 എന്ന് പറയുന്ന ആളിനെ എന്ത് ചെയ്യണം? എനിക്ക് അയാളുടെ സാലറി അപ്ഡേറ്റ് ചെയ്യണം. അല്ലെങ്കിൽ അപ്ഡേറ്റ് അങ്ങനെ ആയിരിക്കത്തില്ല, ഇത് അപ്ഡേറ്റ് എ സാലറി ഓഫ് എംപ്ലോയി വിത്ത് 1000. അതായത് ഇതെന്താ ഉദ്ദേശിച്ചിരിക്കുന്നത് നമുക്ക് മനസ്സിലായല്ലോ. ഒരു മിനിറ്റ്, അപ്ഡേറ്റ് ടേബിളിന്റെ പേര്, ടേബിള് സെറ്റ് സാലറി is equal to salary plus 1000. ഇതാണ് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞാൽ അറിയത്തില്ല, കാര്യം നോക്കാം. ഓക്കെ, ശരി, അങ്ങനെയാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അതായത് ഞാൻ ഒരാളുടെ റൈറ്റ് എ പ്രൊസീജിയർ ടു അപ്ഡേറ്റ് എ സാലറി ഓഫ് ആൻ എംപ്ലോയി വിത്ത് given employee number by 100 എന്ന് പറയുന്നതായിരിക്കും നല്ലത്. ഓക്കെ, അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്? എനിക്ക് ഒരു സാലറി, ഒരു എംപ്ലോയിയുടെ സാലറി എനിക്ക് മാറ്റണം. ഞാൻ ഒരു എംപ്ലോയി നമ്പർ അയക്കും. ആ എംപ്ലോയി നമ്പറിന്റെ ആ എംപ്ലോയിയുടെ സാലറി എന്ന് പറയുന്നത് 1000 ആയിട്ട് കൂട്ടണം. ഓക്കെ, അപ്ഡേറ്റ് അല്ലെങ്കിൽ ഇൻക്രീസ് ദ സാലറി ബൈ എന്ന് പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ നമുക്കൊരു ഡൗട്ട് വരും, പ്ലസ് ആണോ മൈനസ് ആണോ എന്ന് പറഞ്ഞ് തോന്നും. ഓക്കെ, റൈറ്റ് എ പ്രൊസീജിയർ ടു ഇൻക്രീസ് ദ സാലറി ഓഫ് ആൻ എംപ്ലോയി വിത്ത് ഗിവൺ എംപ്ലോയി നമ്പർ ബൈ 100 അല്ലെങ്കിൽ 1000 ആയിട്ട് നമ്മൾ പറയും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? വേർ ഒരു കണ്ടീഷനും കൂടെ പറയാം. എംപ്ലോയി അണ്ടർസ്കോർ നമ്പർ ഇസ് ഈക്വൽ ടു നമ്മൾ പാസ് ചെയ്യുന്ന വാല്യൂ. എന്താണോ നമ്മൾ പാസ് ചെയ്യുന്ന വാല്യൂ. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ആക്ച്വൽ ആയിട്ടുള്ള ക്വറി. ഓക്കെ, അപ്ഡേറ്റ് ക്വറി ഇതാണ്. അപ്പൊ ഇത് എനിക്ക് എന്ത് ചെയ്യണം? പ്രൊസീജിയറിലേക്ക് മാറ്റണം. അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നു? ഞാനാണെങ്കിൽ ക്രിയേറ്റ് ഓർ റീപ്ലേസ് പ്രൊസീജിയർ. എനിക്ക് ഇൻക്രിമെന്റ് സാലറി എന്ന് പറയുന്ന പ്രൊസീജിയർ നെയിം. ഇതിനകത്ത് ഞാൻ 2 വാല്യൂസ് ഞാൻ പാസ് ചെയ്യുന്നു. ഒന്ന് എംപ്ലോയി നമ്പർ, അതെന്ന് പറയുന്നതാണ് എന്റെ ഇൻപുട്ട്. ഇനി ഒരു ഔട്ട്പുട്ട് ഉണ്ട്. ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഞാൻ എന്താണ്? അപ്ഡേറ്റ് സാലറി എന്ന് പറയുന്ന പുതിയതായിട്ട് കിട്ടിയ സാലറി എന്താണെന്നുള്ള കാര്യം ഞാൻ റിട്ടേൺ ചെയ്യുന്നു.
ഓക്കെ, അത് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ല, എന്നാലും ഞാൻ അത് ചെയ്യുകയാണ്. അപ്പൊ ഇവിടെ ഞാൻ എന്താ ചെയ്യുന്നത്, അപ്ഡേറ്റ് ഔട്ട് നമ്പർ. അപ്പൊ ഈ ഔട്ട് എന്ന് പറയുന്നത് ഔട്ട് പാരാമീറ്റർ ആണ്. അതേപോലെ എംപ്ലോയി നമ്പർ എന്ന് പറയുന്നത് എന്താണ്, ഒരു ഇൻ പാരാമീറ്റർ. ഞാൻ ആദ്യം എന്ത് ചെയ്യുന്നു, അപ്ഡേറ്റ് എംപ്ലോയി ടെസ്റ്റ് സെറ്റ് സാലറി ഈസ് ഈക്വൽ ടു സാലറി പ്ലസ് വേർ എംപ്ലോയി നമ്പർ ഈസ് ഈക്വൽ ടു, ഞാൻ ഈ പാസ് ചെയ്യുന്ന വാല്യൂ ഇവിടെ ഞാൻ യൂസ് ചെയ്യും. ഓക്കെ, ഇവിടെ ഞാൻ എംപ്ലോയി നമ്പർ പോലും ഞാൻ മാറ്റുന്നുണ്ടോ, ഇല്ല. ഇവിടെ ഞാൻ എംപ്ലോയി നമ്പർ മാറ്റുന്നില്ല. അപ്പൊ നമുക്ക് ഇവിടെ പറയാം എംപ്ലോയി നമ്പർ എന്ന് പറയുന്നത് എന്താണ്, ഒരു കോൺസ്റ്റന്റ് ആണ്. അതിന് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, അതിന്റെ വാല്യൂസ് ഒന്നും ഞാൻ മാറ്റുന്നില്ല. ഇനി അപ്ഡേറ്റ് സാലറി എന്ന് പറയുന്നത് ഞാൻ എന്താ ചെയ്യുന്നത്, ഞാൻ എന്നിട്ട് എന്ത് ചെയ്യുന്നു, ആ ഒരു കാര്യം കമ്മിറ്റ് ചെയ്യുന്നു. കമ്മിറ്റ് ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഞാനാണെങ്കിൽ അതേ ആളുടെ സാലറി ഞാൻ, പുതിയ സാലറി ഞാൻ എന്ത് ചെയ്യുന്നു, അപ്പ് അണ്ടർസ്കോർ സാലറിയിലേക്ക് ഞാൻ മാറ്റുന്നു. ഓക്കെ, സെലക്ട് സാലറി ഫ്രം എംപ്ലോയി ടേബിൾ വേർ എംപ്ലോയി നമ്പർ ഇസ് ഈക്വൽ ടു ഈ നമ്പർ എന്ന് പറയുമ്പോൾ എനിക്ക് അവിടെ എന്ത് കിട്ടും, ആ ഈ നമ്പർ എന്ന് പറയുന്ന ആളുടെ പുതിയതായിട്ടുള്ള സാലറി, അത് ഞാൻ എന്തിലേക്ക് ഞാൻ മാറ്റുന്നു, അപ്പ് അണ്ടർസ്കോർ സാലറിയിലേക്ക് ഞാൻ മാറ്റും, അപ്ഡേറ്റഡ് സാലറിയിലേക്ക് ഞാൻ മാറ്റും. ഞാൻ ഇവിടെ റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് ഒന്നും പറഞ്ഞിട്ടില്ല, എങ്കിലും ഈ ഒരു അപ്ഡേറ്റ് സാലറി എന്ന് പറയുന്നത് എനിക്ക് ഈ ഒരു വേരിയബിളില് എനിക്ക് എവിടെ ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റും, എനിക്ക് കോളിംഗ് ഫംഗ്ഷനിൽ എനിക്ക്, അല്ലെങ്കിൽ കോളിംഗ് ഫംഗ്ഷനിൽ എനിക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റും. അതിന് കാരണം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഔട്ട് വേരിയബിൾ ആയിട്ട് നമുക്ക് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിന് എങ്ങോട്ടേക്ക് കൊടുക്കാൻ പറ്റും, എവിടെ നിന്നാണോ നമ്മൾ വിളിച്ചത് അവിടത്തേക്ക് നമുക്ക് ആ ഒരു ഫംഗ്ഷനിലേക്ക് നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, അത് എങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ ഐദർ നമ്മൾ എക്സിക്യൂട്ട് എന്ന് പറയുന്ന കമാൻഡ് യൂസ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ PLSQL ബ്ലോക്ക് യൂസ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യാം. സെയിം ആസ് ഫംഗ്ഷൻ. ഫംഗ്ഷൻ നമ്മൾ എങ്ങനെ ചെയ്തു അതേപോലെ തന്നെ നമ്മൾ ഇത് ചെയ്യണം. അപ്പൊ അവിടെ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഇന്റിജർ ഈക്വൽ ടു 1000, ഓക്കെ, അല്ലെങ്കിൽ 101 എന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ നമ്മായി. ഓക്കെ, ഇനി അടുത്ത നമ്മൾ എന്ത് ചെയ്യണം, അവിടുന്ന് ഞാനൊരു അൺഇനീഷ്യലൈസ്ഡ് വാല്യൂ നമ്മൾ കൊടുക്കണം. അൺഇനീഷ്യലൈസ്ഡ് വാല്യൂ എങ്ങനെയാണ് കൊടുക്കുന്നത്, അപ്പ് അണ്ടർസ്കോർ സാലറി ഇന്റിജർ. ഓക്കെ, ഇന്റിജർ അല്ലെങ്കിൽ നമ്പർ എന്ത് വേണമെങ്കിലും കൊടുക്കാം, ഇന്റിജർ. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഒരു കോൺസ്റ്റന്റ് വാല്യൂ എടുത്തു, ഒരു അൺഇനീഷ്യലൈസ്ഡ് വാല്യൂ എടുത്തു. ഞാൻ എന്നിട്ട് എന്ത് ചെയ്യാം, ഞാനാണെങ്കിൽ ഈ ഒരു ഇൻക്രിമെന്റ് സാലറി എന്ന് പറഞ്ഞു കൊടുക്കുക, ഇൻക്രിമെന്റ് അണ്ടർസ്കോർ സാലറി എന്ന് പറഞ്ഞു കൊടുക്കുക ഓഫ് ഈ നമ്പർ കോമ അപ്പ് അണ്ടർസ്കോർ സാലറി. ഈ ഫംഗ്ഷൻ ചെയ്ത് കഴിയുമ്പോൾ അപ്പ് അണ്ടർസ്കോർ സാലറിക്കകത്ത് എന്ത് വരും, ആ പുതിയ സാലറി എന്താണോ ആ സാലറി നമുക്ക് ഏത് വേരിയബിളിനകത്ത് കിട്ടും, അപ്പ് അണ്ടർസ്കോർ സാലറിക്കകത്ത് കിട്ടും. ഓക്കെ, ഇതാണ് സ്റ്റോർഡ് പ്രൊസീജിയറിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഔട്ട് വേരിയബിൾസ് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എനിക്ക് ഇങ്ങോട്ടേക്ക് അയക്കാനും പറ്റും. ഓക്കെ, ഇനി ഒന്നിൽ കൂടുതൽ വാല്യൂസ് നമുക്ക് ഇതേപോലെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, റിട്ടേൺ ചെയ്യാൻ വേണ്ടി പറ്റും ഔട്ട് വേരിയബിൾസ് യൂസ് ചെയ്ത്. ഞാൻ 3 വേരിയബിൾസ് ഞാൻ ഔട്ട് വേരിയബിൾസ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആ 3 വാല്യൂസും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, എനിക്ക് ഇപ്പുറത്തേക്ക് ഞാൻ കോൾ ചെയ്യുന്ന PLSQL ബ്ലോക്കിൽ നിന്നും എനിക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അതാണ് സ്റ്റോർഡ് പ്രൊസീജിയറിന്റെ ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഇനി ഇതൊരിക്കൽ ചോദിച്ചിട്ടുള്ള പറഞ്ഞു ഔട്ട് വേരിയബിൾ ആയിട്ട് നമ്മൾ ഡിക്ലെയർ ചെയ്തിരിക്കുന്ന അപ്പ് അണ്ടർസ്കോർ സാലറി ഇല്ലേ, അതെ, അതേ നെയിം തന്നെയാണ് അട്രിബ്യൂട്ടിനെങ്കിൽ ആ സെലക്ട് സ്റ്റേറ്റ്മെന്റ് ഇല്ലാണ്ട് റിട്ടേൺ ആവും. മനസ്സിലായില്ല, ഇവിടെയാണോ സെറ്റ് സാലറി എന്നുള്ള ഒരു അട്രിബ്യൂട്ടിന്റെ നെയിം സാലറിക്ക് പകരം അപ്പ് അണ്ടർസ്കോർ സാലറി തന്നെ ആയിരുന്നെങ്കിൽ ഇല്ല, എന്നാലും ഇൻടു നമ്മൾ യൂസ് ചെയ്യണം. ഇൻടു വേരിയബിൾ സെയിം വേരിയബിൾ നമ്മൾ യൂസ് ചെയ്യണം. ഇൻടു എന്ന് പറയുന്ന കാര്യം നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു വേരിയബിളിലേക്ക് അസൈൻ ആവുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ നമ്മൾ സെലക്ട് സ്റ്റേറ്റ്മെന്റ് ഉണ്ടല്ലോ, സെലക്ട് സ്റ്റേറ്റ്മെന്റിന്റെ അകത്ത് സെലക്ട് ചെയ്യുന്നത് എന്താണ്, അത് ടേബിളിന്റെ ആട്രിബ്യൂട്ട് അല്ലേ സെലക്ട് ചെയ്യുന്നത്, അല്ലാതെ അത് ഒരു വേരിയബിളിലേക്കല്ലല്ലോ അയക്കുന്നത്. വേരിയബിളിലേക്ക് അയക്കണമെങ്കിൽ നമ്മൾ എന്ത് ഉപയോഗിക്കണം, ഇൻടു സ്റ്റേറ്റ്മെന്റ് നമ്മൾ യൂസ് ചെയ്യണം.